അന്താരാഷ്ട്ര സംഘടനയുടെ തീരുമാനങ്ങളെ ധിക്കരിച്ച് 1967 മുതൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കിയിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ പുതിയ അനധികൃത വാസസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾ തുടരുകയും ചെയ്യുന്നു. അതിനായി പാലസ്തീനികളുടെ വീടുകൾ ഇടിച്ചു നിർത്തുകയാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രായേലിന്റെ ഈ ഹീനഹത്യക്ക് വിരാമമിടാൻ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രം സാധിക്കണമെന്ന് റഷ്യയുടെ നിഗമനം. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ സമ്മതത്തോടെയാണ് പാലസ്തീനികൾക്കെതിരെ ജൂത കുടിയേറ്റക്കാർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന വിവരവും പുറത്തു വന്നിരിക്കുകയാണ്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ലെബനനിലും സിറിയയിലും വിവേചനരഹിതമായ സൈനിക നടപടികൾ നടത്തി സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നതാകട്ടെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ്. ഗാസയിലെ ഇസ്രായേൽ ക്രൂരത തുടങ്ങിയിട്ട് 1 വർഷം പിന്നിട്ടുവെങ്കിലും ഇതിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്ത് വരാത്തത് ആശങ്കപ്പെടുത്തുന്നുവെന്നും റഷ്യ പറയുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മന്ത്രിമാരും ജൂതന്മാരും ഗാസ അതിർത്തിക്ക് സമീപം വൻ റാലി നടത്തിയിരുന്നു. പാലസ്തീനികളെ ആ മേഖലകളിൽ നിന്ന് നീക്കം ചെയ്ത് ജൂതന്മാർക്ക് വ്യാസയോഗ്യമാക്കണമെന്നതായിരുന്നു പ്രധാന ആവശ്യം.